ഇതൊക്കെ തന്നെടാ എന്റെ ഓണം. ആമസോൺ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സമയത്ത് ടപ്പേന ഒരു സൈക്കിൾ ലൂട്ട് വന്നു. ഞാൻ നോക്കിയപ്പം 3000 രൂപയ്ക്ക്, അതായത് 2999 രൂപയ്ക്ക് സൈക്കിള്. ഹെർക്കുലീസിൻ്റെ സൈക്കിള് 3500 രൂപയ്ക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതങ്ങ് കണ്ണും പൂട്ടിയൊക്കെ ഓർഡർ ചെയ്തു. അർബൻ ടെറൈൻ റിയോ എന്ന് പറയുന്ന സൈക്കിളാണിത്. ഇങ്ങനെ പാർട്ടായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി നമ്മളാണ് ഇതൊക്കെ കയറി അസംബിൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ചാക്ക് കൂടി ഉണ്ടായിരുന്നു. ഈ ചാക്കിനകത്ത് 2 പെഡല്, പിന്നെ അതാണ്ട ഈ കൊണിച്ചം, പിന്നെ ഇത്, പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളൊരു ടൂള്, പിന്നെ ഒരു ലിവർ, ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പമ്പും കൂടി അഡീഷണൽ തന്നു കേട്ടോ. അതുപോലെ ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ബാക്ക് ടയർ സെറ്റായിട്ടാണ് വന്നത്. ഫ്രണ്ട് ടയർ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഇതിൻ്റെ ഹാൻഡിൽ ഒന്ന് നടപടിയാവും നോക്കാം. ഈ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ആദ്യം. ഈ സാധനം ആദ്യം ഫിറ്റ് ചെയ്തിട്ട് തിരികെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം ഹാൻഡിൽ എടുത്ത് വയ്ക്കാൻ. അയ്യോ, അത് താങ്ങുമല്ലോ. നടപടിയാവൂല. ഇതിങ്ങനെ വെച്ചിട്ട് ലിവർ വെച്ചൊന്ന് മുടുക്കി നോക്കാം. മുടുക്കിയപ്പം സംഭവം ഏകദേശം സെറ്റായി. സെറ്റ് ഇരുന്നടേ. ഇനി ഈ ബ്രേക്കിൻ്റെ സൊന ഒന്ന് ഇളക്കിയിട്ടിട്ട് വേണം ടയർ വയ്ക്കാൻ. അതിനുമ്പോൾ ഈ ചവറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ ഈ വെട്ടിനകത്ത് ടയർ കുത്തിക്കയറ്റണം. എന്നിട്ട് ഇതുകൊണ്ട് ഈ കൊണിച്ചെടുത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കൊണ്ടുവരണം. അതിനുമ്പോൾ ഇതുകൂടി വയ്ക്കണം. സംഭവം ഇരുന്ന് ഇനി ആ മഡ് ഗാർഡും കൂടി എടുത്ത് ഫിറ്റ് ചെയ്ത് അത് സ്ക്രൂ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബ്രേക്ക് മുകളിലോട്ട് വയ്ക്കാവൂ. അപ്പം അതും സെറ്റ്. ഇനി പെഡൽ രണ്ടും എടുത്ത് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് സീറ്റും കൂടി വെച്ചിട്ട് സീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് സെറ്റാക്കും. ഇനി ബാക്കിലത്തെ മഡ് ഗാർഡും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ ഒരു ക്യാരിയറും ഒരു ബെല്ലും ഒക്കെ വാങ്ങിച്ച് വെച്ച്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. തേങ്ങയാണ് എൻ്റെ പൊന്നുള്ള. ഇത് ഞാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ച് നോക്കിയപ്പോഴേക്കും ഇടത്തോട്ട് തിരിച്ചപ്പോൾ വണ്ടി വലത്തോട്ട് പോകണം. ബ്രേക്കൊന്നും പിടിക്കില്ല. നമുക്ക് ഈ പണി അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി പോകരുത്. പണി അറിയാമെന്നുള്ള ആരൊക്കെങ്കിലും കൊടുത്ത് ഫിറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു കടയിൽ കൊടുത്ത് 500 കൊടുത്താണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ജീവ പണയം വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ നേരത്ത് അൺബോക്സിങ്ങും മറ്റേ ഫിറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കാണും. അത് നോക്കി പണി അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യാൻ പോലും. ഇതൊക്കെ തന്നെടാ എൻ്റെ ഓണം. ഇതൊക്കെ തന്നെടാ എൻ്റെ ഓണം.